വയനാട് മൂടക്കൊല്ലിയിലെ ഫാമിൽ നിന്ന് പന്നികളെ പിടികൂടിയ കടുവയെ തിരിച്ചറിഞ്ഞതായി വനം വകുപ്പ്. വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള WWL39 എന്ന കടുവയാണിതെന്നാണ് സ്ഥിരീകരണം. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ഫാമിൽ നിന്ന് 20 പന്നികളെ കടുവ പിടികൂടിയിരുന്നു. പ്രദേശത്ത് നിരീക്ഷണത്തിനായി കൂടുതൽ ജീവനക്കാരെ വിന്യസിക്കുമെന്ന് വനം വകുപ്പ് ഉറപ്പു നൽകിയതോടെ പ്രദേശവാസികളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. കടുവയെ കൊടുക്കാൻ ജനുവരി 6-ന് മൂടക്കൊല്ലിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂടിനു സമീപത്താണ് ഇന്നലെ രാത്രി വീണ്ടും കടുവയെത്തിയത്. ഇത്തവണ 5 പന്നികളെയാണ് കടുവ പിടികൂടിയത്. ക്യാമറയിൽ പതിഞ്ഞ കടുവയുടെ ദൃശ്യങ്ങളിൽ നിന്ന് വനം വകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട WWL39 എന്ന പെൺകടുവയാണിതെന്ന് സ്ഥിരീകരിച്ചു. പന്നിഫാമിന്റെ ഉടമസ്ഥന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കടുവയെ ഉടൻ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട വനം വകുപ്പ് ജീവനക്കാർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. നാളിതുവരെയായിട്ട് കഴിഞ്ഞ 7-8 ദിവസമായി പന്നികളെ കടുവ പിടിച്ചു കൊന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് അന്നോട്ട് ആവശ്യപ്പെടുന്ന ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, എന്ത് കൊടുക്കുമെന്ന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പ്രതിഷേധങ്ങൾക്കൊടുവിൽ മേഖലയിൽ മറ്റൊരു കൂടുകൂടി സ്ഥാപിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചു. പ്രദേശത്ത് നിരീക്ഷണം നടത്താനായി വനം വകുപ്പിന്റെ ഒരു RRT ടീമിനെ കൂടി വിന്യസിക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം അവസാനിച്ചത്. കടുവയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.